സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ മിക്സിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ എഗ്രി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഒരു നല്ല പ്രൊഡക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ കാര്യം സൗണ്ട് സെലക്ഷനാണ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സൗണ്ടുകൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാം കംപ്ലീറ്റ് പ്രോഗ്രാം ചെയ്യുക അല്ലെങ്കിൽ സിന്തസൈസർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പ്രൊഡക്ഷനകത്ത് യൂസ് ചെയ്യണ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈവ് റെക്കോർഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് അത് ടെക്സ്ചർ വൈസ് ഉള്ള സൗണ്ട് ഞാൻ പറയുന്നത്. സൗണ്ടിൻ്റെ ടോണൽ ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഗിറ്റാർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗിറ്റാർ നിങ്ങളുടെ സോങ്ങിൻ്റെ മോഡിനനുസരിച്ചിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് സോങ് കൊണ്ടുപോകണമെന്നനുസരിച്ചിട്ട് അതുമായിട്ടൊരു മാച്ച് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോങ്ങിനകത്ത് റിതം അല്ലെങ്കിൽ പെർക്കഷനും ഡ്രംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡ്രംസിന് യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ, ആ ഡ്രംസ് പഞ്ചി ഡ്രംസ് വേണോ അല്ലെങ്കിൽ ജസ്റ്റ് തഡ് മാത്രം മതിയോ, അല്ലെങ്കിൽ ഒരു ലോ എൻഡ് അടഞ്ഞ ഡ്രംസ് സൗണ്ടുകളാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് എക്സൈറ്റിംഗ് ഡ്രംസ് ആണോ വേണ്ടത്, അങ്ങനെയുള്ള സൗണ്ടിൻ്റെ ആ ടെക്സ്ചർ വൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ സൗണ്ടിങ് വൈസ് ആ സോങ് എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ അപ്പോൾ നിങ്ങൾ ഡ്രംസും പെർക്കഷനൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അടുത്തത് ആ ഒരു ബേസ് സൗണ്ട് നിങ്ങൾക്ക് വേണോ എന്നുള്ളത് തീരുമാനിക്കണം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് സൗണ്ട് സെലക്ട് ചെയ്യണോ വേണ്ടതെന്നുള്ളതും സൗണ്ട് സെലക്ഷനിൽ വരും. അപ്പോൾ നിങ്ങളെ ഡ്രംസ് അല്ല പെർക്കഷൻ തന്നെ നിങ്ങളെ സോങ്ങിൻ്റെ ലോ എൻഡ് കവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലോ എലമെൻറ്റ് വേറെ വേണ്ടി വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബേസോ അല്ലെങ്കിൽ ബേസ് സൗണ്ടുകളൊന്നും വേണ്ടി വരില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബേസ് എലമെൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ട്രിങ്ങിൻ്റെ ലോ ചെല്ലോയോ അല്ലെങ്കിൽ ഡബിൾ ബേസ് എന്തെങ്കിലും അങ്ങനെ പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഗിറ്റാർ ബേസ് വേണോ, അങ്ങനെയൊക്കെ ചൂസ് ചെയ്യണതൊക്കെ നിങ്ങളുടെ എന്താ പറയുക സൗണ്ടിങ്ങിനെ ബാധിക്കുക. അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അല്ലാണ്ട് ഒരു സോങ് ഉണ്ടാക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കുറേ റിതം ഉണ്ടാക്കി വെക്കുക എന്ന് വെച്ചാൽ ടൈമിംഗ് കൊണ്ട് ശരിയാണ് അല്ലെങ്കിൽ കേൾക്കാൻ മ്യൂസിക്കലി ഓക്കെ ആണെന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു നല്ല പ്രൊഡക്ഷൻ ആവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഡയറക്ടറുടെ ലെവലിലേക്ക് ആലോചിക്കണം. ജസ്റ്റ് ഇങ്ങനെ ആക്ഷനും കട്ടും പറഞ്ഞ് ഫിലിം ചെയ്യാൻ ആർക്കും പറ്റും. അതിൽ ആ ഒരു ക്രിയേറ്റീവ് എലമെൻറ്റും കൂടി അതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ പറഞ്ഞ മാതിരി ഈ ടെക്സ്ചറുകളും ഫ്രീക്വൻസി ലെവലിലുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ വരുന്ന സൗണ്ടുകളുമായിട്ടുള്ള മാച്ചും നിങ്ങൾ ഈ കൊടുക്കുന്ന എല്ലാ സൗണ്ടുകളും നിങ്ങളുടെ സോങ്ങിനോടുള്ള ആ ഒരു മാച്ചൊക്കെ നിങ്ങൾ ആലോചിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് കേട്ടോ. സോ കോൺട്രാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ സെലക്ട് ചെയ്ത സൗണ്ടുകളുണ്ടല്ലോ, ഇപ്പോൾ ഡ്രംസ്, ബേസ്, അല്ലെങ്കിൽ പിന്നെ പിയാനോ, ബ്രൈറ്റ് പിയാനോ ആണോ അല്ലെങ്കിൽ ഗിറ്റാറാണോ, നിങ്ങൾ എന്ത് സൗണ്ടുകളാണ് സെലക്ട് ചെയ്യണേ, ഞാൻ പിയാനോ തന്നെ സെലക്ട് ചെയ്യാനല്ല പറയുന്നത്. അപ്പോൾ എന്ത് സൗണ്ടാണെന്നുണ്ടെങ്കിലും ഈവൻ വോക്കലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വോക്കലും അതിനകത്തൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ സെലക്ട് ചെയ്ത എല്ലാ സൗണ്ടുകളും അവിടെ തന്നെ ഒരു കോൺട്രാസ്റ്റ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ സൗണ്ടുകളും ഇപ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞാൽ തന്നെ എല്ലാം കുറേ ലോ എൻഡ്, കുറേ ലോ പവർ വേണം, സബ് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ലോ എൻഡ് എലമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാകെ കുളമാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺട്രാസ്റ്റ് വേണം ഈ സൗണ്ടുകൾ തമ്മിൽ. അത് സൗണ്ടുകൾ തമ്മിലും ഒരു കോൺട്രാസ്റ്റ് വേണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു മാച്ചും വേണം. പിന്നെ ഇത് നിങ്ങൾ ടൈമിലും ഫ്രീക്വൻസി വൈസും അറേഞ്ച് ചെയ്യുമ്പോഴും ഒരു കോൺട്രാസ്റ്റ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിതമിക്കായിട്ടൊരു കോൺട്രാസ്റ്റ് വേണം. ഇപ്പോൾ നിങ്ങൾ ഒരു റിതം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡ്രംസിനും ബേസിനും മാത്രമേ ആ റോള് കൊടുക്കണ്ട. ഇപ്പോൾ ഗിറ്റാർ അറേഞ്ച് ചെയ്യുമ്പോഴും പിയാനോ അറേഞ്ച് ചെയ്യുമ്പോഴും നിങ്ങൾ കോഡ്സാണ് വായിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മെലോഡിക് പാർട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റിതമുണ്ട്, ഒരു ടൈലൊരു പൊസിഷനുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഈ എല്ലാ എലമെൻറ്റുകളും തമ്മിൽ ഇപ്പോൾ പെർക്കഷൻ എലമെൻറ്റുകൾ, ബേസ്, നിങ്ങളെ മെലോഡിക് എലമെൻറ്റുകൾ, നിങ്ങളെ വോയിസിൻ്റെ ഒരു റിതം ഉണ്ടാവും. ഇവരൊക്കെ കൂടി ടൈമിലൊരു ഒരു ഡാൻസ് വേണം. അപ്പോൾ നിങ്ങളെ ഡ്രംസ് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ബേസും അതൊരു പോണ്, അതേമാതിരി പിയാനോ പ്ലും പ്ലും പ്ലും,
അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഡാൻസ് ഇല്ല. അപ്പോൾ ടൈമിൽ ഇവർ തമ്മിലൊരു അറേഞ്ച്മെൻറ്റിലൊരു ഗ്രൂവ് വേണം. നിർബന്ധമല്ല ഞാൻ പറയണതെന്ന് വെച്ചിട്ട് ഓരോ ടൈമിലൊന്നും ഹിറ്റ് ചെയ്യരുത് എന്നല്ല, എന്നാലും ഇവർ തമ്മിലൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് വേണം ഈ പറയുന്ന എല്ലാ സാധനങ്ങളുമായിട്ട്. പിന്നെ ഇതൊക്കെ ക്രിയേറ്റീവാണ്. ഇത് ഞാൻ പറഞ്ഞ ഒരു ഒരേ ടൈമിൽ ഹിറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് മിസ്റ്റേക്ക് അല്ല അത്. പക്ഷെ അവർ തമ്മിൽ എല്ലാത്തിനും ഒരു പർപ്പസ് വേണം, ഒരു കോൺട്രാസ്റ്റ് വെച്ചിട്ടൊരു ഒരു 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 ഒരാവശ്യം വേണം. ഒരു എലമെൻ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു ഗിറ്റാറ് ഒരു പാർട്ടിൽ ഇങ്ങനെ ഒരു ഫില്ല് വായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്ടിൽ നിങ്ങൾ വേറൊരു ഡ്രം ഫില്ലും കൂടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടിൽ ഏത് എന്നുള്ളൊരു ഒരു ഒരു കോൺട്രാസ്റ്റ് ഇല്ലായ്മ വരും. ഒരു സ്ഥലത്ത് ഗിറ്റാറിലൊരു ഫില്ല് പോകട്ടെ, അത് അടുത്ത സ്ഥലത്ത് ഗിറ്റാർ ഉണ്ടായിരുന്നിട്ട് ഡ്രംസിലൊരു ഫില്ല് പോയാൽ മതി. കാരണം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാ എലമെൻറ്റുകൾക്കും ഒരു എലമെൻറ്റ് വരുമ്പോൾ മറ്റേ എലമെൻറ്റ് മാറിക്കണം. അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് പോകും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ടൈമിലുള്ള ഈ ഒരു എന്താ പറയുക കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാസ്റ്റാണ്. ഇതേപോലെ തന്നെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിനകത്തും ഈ പറയുന്ന ഒരു കോൺട്രാസ്റ്റ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ ഡ്രംസിൻ്റെ ലോ എൻഡും നിങ്ങളെ ബേസ് എലമെൻറ്റിൻ്റെ ലോ എൻഡും തമ്മിൽ ഈ ടൈമിൽ കോൺട്രാസ്റ്റ് വരുമ്പോൾ തന്നെ അവർ തമ്മിലൊരു റിതം വരും. അപ്പോൾ ഈ ഒരേ ടൈമിന് ഒരുപാട് ലോ ഫ്രീക്വൻസി എലമെൻറ്റ് അപ്പോൾ വരില്ല. അപ്പോൾ നിങ്ങളെ ഒരു ഡ്രംസിൻ്റെ ലോ എൻഡ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ബേസ് എലമെൻറ്റ് വരുന്നത്, അപ്പോൾ ഡ്രംസ് ഹിറ്റ് ചെയ്യണില്ല. അപ്പോൾ അവർ തമ്മിൽ അവിടെ ആ ഫ്രീക്വൻസി വൈസിലും അവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു റിതമിക്കായിട്ട് ഇവിടെ ഒരു ലോ മിഡ് ഭാഗത്ത് സാധനം പോകുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾ വേറെ ആ ലോ മിഡ് ഭാഗത്ത് വേറെ എലമെൻറ്റുകൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു എലമെൻറ്റ് കവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കവർ ചെയ്യുന്നില്ല, കുറേ എം ടി ആയിട്ട് തോന്നുന്നു, പക്ഷേ അവിടെ കവർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എലമെൻറ്റുകൾ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ അത് ഇങ്ങനെ ചുമ്മാ അങ്ങനെ നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഫ്രീക്വൻസികൾ. അപ്പോൾ ഒരു എലമെൻറ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എലമെൻറ്റ് ഒരു ഹൈ മിഡ് ഭാഗത്ത് കവർ ചെയ്യാൻ യൂസ് ചെയ്യുക. അതിനൊക്കെയാണ് ഈ സൗണ്ട് സെലക്ഷൻ എന്നുള്ള കാര്യം മൈൻഡിൽ വരേണ്ടത്. ഈ കോൺട്രാസ്റ്റൊക്കെ ആലോചിച്ചിട്ട് വേണം സൗണ്ട് സെലക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹൈ മിഡ് കവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോക്കൽ പാടുന്ന നേരത്ത് ആ ഹൈ മിഡിൽ ഒരുപാട് പാറ്റേൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വോക്കലും ആ ഹൈ മിഡ് ഭാഗവും കൂടി ക്ലാഷ് ആവും. അപ്പോൾ ആവശ്യമുള്ള സാധനം ആവശ്യമുള്ളിടത്ത് ടൈമിലും ഫ്രീക്വൻസി സ്പെക്ട്രത്തിലും പ്ലേസ് ചെയ്യുന്നിടത്താണ് ആ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൊണ്ടുവന്നാൽ തന്നെ മിക്സിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. മൂന്നാമത്തെ കാര്യം ലെസ് ഈസ് മോർ എന്നാണ്. അതും ഈ ഞാൻ പറഞ്ഞ എല്ലോ ആയിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സൗണ്ടിൻ്റെ എമൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സൗണ്ടുകൾ വേണം എന്നുള്ളതാണെങ്കിലും ഈ ഓരോ സൗണ്ടുകൾ എന്ത് പ്ലേ ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഏറ്റവും മിനിമം എമൗണ്ടാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കുറച്ചൊക്കെ സബ്ജക്റ്റീവ് ആയിരിക്കും, കുറച്ചൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കും, കുറേ എലമെൻറ്റുകളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് എനിക്ക് തോന്നണ കുറേ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ഈസ് മോർ ആണ്. എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഭാഗത്ത് മാത്രം മതി ഒരു എലമെൻറ്റ്. അല്ലാതെ ആ എലമെൻറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ എലമെൻറ്റ് ഇങ്ങനെ ആവശ്യമില്ലാതെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിറ്റാർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മിക്കവാറും ഒരു സെഷൻ ഗിറ്റാറിസ്റ്റിൻ്റെ അടുത്ത് ഒരു ട്രാക്ക് അറേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും അയാളൊരു സ്ട്രം ചെയ്യും, ക്രങ് ക്രങ്, അതിൻ്റെ ഇടയിൽ കൂടി ഒരു ആർപ്പ് വായിക്കും, കിണി 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 കിണി, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഫില്ല് വായിക്കും. ഇതൊക്കെ നിങ്ങൾ പ്രൊഡക്ഷനിൽ എന്താ പറയുക ഇൻസേർട്ട് ചെയ്യണമെന്നില്ല. അതിൽ ചിലപ്പോൾ ഓപ്ഷൻ തന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള ഭാഗം ആവശ്യമുള്ള പോർഷനിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നല്ല നല്ല പ്രൊഫഷണലായിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇതേമാതിരി ഇങ്ങനെ നിറച്ച് വായിക്കണതല്ല അയാൾ കൂടുതൽ നല്ലപോലെ പണിയെടുക്കണ്ടോ എന്നുള്ളതിൻ്റെ ഇത്. ആ പാട്ടിനനുസരിച്ചിട്ട് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ഇപ്പോൾ ജസ്റ്റ് ഒരു ലെയർ എന്തെങ്കിലും ഗിറ്റാർ മതിയാവും, ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം ഒരു റിഫ് മാത്രം മതിയാവും ആ ട്രാക്കിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അയാൾ കുറേ വായിക്കണതിലല്ല കാര്യം. ആവശ്യമുള്ളിടത്ത് മാത്രം ആവശ്യമുള്ള ആ പോയിന്റിൽ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5-6 ലെയർ ഉണ്ടാക്കുന്നതിനെക്കാട്ടും എഫക്റ്റീവ് ആയിരിക്കും ആ ഒരൊറ്റ പോയിന്റ്. അതിപ്പോൾ ഗിറ്റാറിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് എല്ലാ കാര്യത്തിലും എഫക്റ്റീവ് ആവും. അതേമാതിരി ആവശ്യമുള്ള ഒരു ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു കാര്യം. ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറ്റേ മായാനദിയിലെ ഉയരുന്ന നദിയെ പാട്ടിൽ സെക്കൻഡ് ഫീമെയിൽ ഉയരുന്ന നദിയെന്ന് കഴിഞ്ഞിട്ട് പിന്നെ മെയിൽ വോക്കൽസ് വന്നിട്ടൊരു സിന്ത് പോർഷൻ ഉണ്ട്, ഒരു ആർപ്പ് പോലെ ടിണി 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 ടിണി. ആ സാധനം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയും, അല്ല കേട്ട് നോക്ക്.
ആ ഭാഗത്തേ ഉള്ളൂ ആ സാധനം. പക്ഷെ ആ സാധനം കറക്റ്റ് ആ പൊസിഷനിൽ കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ഫുള്ളി സോൾഡായി അവിടെ. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അയാൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആ രസമുണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുക, അപ്പുറത്ത് കൊണ്ട് കൊടുക്കുക, എവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ സാധനമൊക്കെ കൊണ്ട് കൊടുക്കുക. പക്ഷേ കറക്റ്റ് ആ പോർഷനിലാണ്ട് കൊണ്ടിട്ടപ്പോൾ അവിടെയാണ് ആ സാധനം മനസ്സിലായില്ലേ. അതാണ് ഞാൻ പറയുന്നത്. ഇനി എക്സാമ്പിൾ, അത് ഞാൻ ഒരു നല്ല എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾ ഈ കോൺട്രാസ്റ്റും ഞാൻ ഈ പറഞ്ഞ ഈ ടൈമിൻ്റെ കാര്യവും ഓരോ എലമെൻറ്റിന് എന്ത് വായിക്കണം എന്നൊക്കെയുള്ള ഈ പറയുന്ന എല്ലാ എക്സാമ്പിളിനും നല്ല 2 മലയാളം സോങ്ങിൻ്റെ എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം. മലയാളം സോങ് നല്ല 2 മലയാളം ആൽബംസ്. ഓക്കെ, ഒന്ന് നിങ്ങൾ പണ്ടത്തെ ഗോപി സുന്ദറിൻ്റെ ആൽബംസ് കേട്ടാൽ മതി. ഇപ്പോൾ അൻവർ എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതിനകത്തുള്ള സോങ്ങുകളുടെ പ്രൊഡക്ഷൻ പൊളിയാണ്. പിന്നെ ഉസ്താദ് ഹോട്ടൽ അതിൻ്റെയൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, ഞാൻ അത്ര കേട്ടില്ല. അൻവറിൻ്റെ പ്രൊഡക്ഷൻ പൊളിയാണ്, പ്രൊഡക്ഷൻ നല്ല മിക്സും പൊളിയാണ്. അതിനകത്ത് നിങ്ങൾ ഓരോ എലമെൻറ്റുകൾക്കുള്ള പർപ്പസൊക്കെ കേട്ടു നോക്കുക, എത്ര സ്പേസ് ഉണ്ടെന്ന് കേട്ടു നോക്കുക. ഓരോ എലമെൻറ്റുകൾ വന്ന് പോകുമ്പോഴും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പോയിൻറ്റുകളില്ലേ, കോൺട്രാസ്റ്റ്, ടൈമിങ്ങിലുണ്ടാകുന്ന ഡിഫറൻസുകൾ, അതേമാതിരി ഫ്രീക്വൻസി ലെവലിൽ ഓരോ എലമെൻറ്റുകൾക്ക് ഉണ്ടാകുന്നത്, പിന്നെ ലെസ് ഈസ് മോർ, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ വേറെ നല്ല എക്സാമ്പിളുകളുണ്ട്. ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ഈ ഒരു, ഞാൻ അധികം പാട്ട് കേൾക്കില്ല, അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സെയിം കാര്യങ്ങൾ പുതിയ സുഷിൻ ശ്യാമിൻ്റെ പല സോങ്ങുകളിലും ഈ കോൺട്രാസ്റ്റും കാര്യങ്ങളും നല്ലപോലെ കേട്ടിട്ടുണ്ട്. മറ്റേ കുറുപ്പ് എന്ന് പറഞ്ഞ സോങ്ങിൽ ആ ഒരു 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 സോങ് ഉണ്ടല്ലോ, ആ സോങ്ങിനകത്തും ഈ പറഞ്ഞ കോൺട്രാസ്റ്റും എലമെൻറ്റുകൾ ആവശ്യമുള്ളിടത്ത് കിട്ടണം, അതിനനുസരിച്ചിട്ടുള്ള ആ ക്വാളിറ്റി. ഇത് സബ്ജക്റ്റീവാണ് കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. എന്നാലും ഞാൻ പറയുന്ന പോയിൻറ്റുകൾ നല്ല പ്രൊഡക്ഷൻ എന്ന് എല്ലാവരും എഗ്രി ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിളും. ഒരു ബാഡ് പ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബാഡ് പ്രൊഡക്ഷനും മിക്സിനും ഈ തല്ലുമാല എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ടുണ്ട്, ഓള മെലഡി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ടിൻ്റെ മിക്സും പ്രൊഡക്ഷനും നിങ്ങളൊന്ന് കേട്ടു നോക്കി. നിങ്ങൾക്ക് ആ പാട്ട് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, അതിൻ്റെ ട്യൂണും ലിറിക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, അതിനൊന്നല്ല ഞാൻ പറയണത്. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷനും മിക്സും ഭയങ്കര ബാഡാണ്, എൻ്റെ ഒപ്പീനിയനാണ്. അതിനകത്ത് എന്തൊക്കെയൊക്കെയോ അങ്ങോട്ട് സംഭവിക്കുന്നുണ്ട്. ആ ഒരു മെയിൽ കോറസ് ഉണ്ട് അതിനകത്ത്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബേസ് നോട്ട് ഉണ്ട്, ആ ബേസ് കിടന്ന് ഇങ്ങനെ 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 ഒരു സ്റ്റീരിയോ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ പോകുന്നുണ്ട്. ഒരുപാട് ഡ്രമ്മ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് എത്തുന്നില്ല, എല്ലാം കൂടി ഇങ്ങനെ ഓന്നിട്ട് കലങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. മേ ബി ആ പാട്ട് ഹിറ്റാണ്, പക്ഷേ ആ പാട്ടിൻ്റെ മെലഡിയും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും, അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞത്. സൗണ്ടിങ് വൈസ് ആ സാധനം ഭയങ്കര ബാഡാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആ പാട്ടിലൊന്നും എഫക്റ്റീവായിട്ടൊന്നും വരുന്നില്ല. എത്രയോ ബെറ്ററായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ എഫക്റ്റീവായിട്ട് വരുമായിരുന്നു. എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ തന്നെ അൻവറിലെ സോങ്ങുകളൊക്കെ കേട്ടാൽ മതി. നിങ്ങൾക്ക് ആ ഒരു കോൺട്രാസ്റ്റും കുറച്ച് എലമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 എക്സാമ്പിളുകൾ നോക്കിയാൽ മതി നിങ്ങൾ. അത് ഭയങ്കര ബാഡ് മിക്സിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു എക്സാമ്പിളാണ് ആ ഓള മെലഡി എന്ന് പറഞ്ഞ സോങ്. ബാഡ് മിക്സ് എന്നല്ല, ബാഡ് പ്രൊഡക്ഷനും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ തന്നെ പ്രൊഡക്ഷൻ ബാഡായി കഴിഞ്ഞാൽ മിക്സ് എഞ്ചിനീയർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിനകത്ത് ഒരു ലിമിറ്റ് വരും. സോ അതൊരു എക്സാമ്പിളാണ്. അൻവർ നല്ലൊരു എക്സാമ്പിളാണ്. പിന്നെ അടുത്ത കാര്യമാണ് നിങ്ങൾ ഈ ഓരോ സൗണ്ടുകളും സ്പേസിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ബോത്ത് പനോരമിക്കായിട്ടും ഡെപ്ത് വൈസും നിങ്ങൾ ഈ ഓരോ സൗണ്ടുകളെ പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തും കോൺട്രാസ്റ്റ് എന്നുള്ള വാക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പ് ഫ്രണ്ടായിട്ട് നമ്മളെ മെയിൻ എലമെൻറ്റുകൾ നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ സെൻറ്ററിൽ നമ്മളടുത്ത് കേൾക്കണം. എന്നുവെച്ചാൽ വോക്കൽസ്, നമ്മളെ മെയിൻ റിതം എലമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ വരും, മെയിൻ മെലോഡിക് എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സ്പേസിൽ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സ്പേസിൽ ആ ഒരു പെരിഫറൽ സൈഡിൽ, അതേമാതിരി ഡെപ്തിൽ ദൂരത്ത് എന്നുള്ള ഒരു ഭാഗത്തൊക്കെ ഒരുപാട് എലമെൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ അപ്പ് ഫ്രണ്ടിലുള്ള വോക്കൽ മെലഡി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിങ്ങൾക്കൊരു സ്ട്രിങ്ങിൻ്റെ ഒരു മെലഡി ആഡ് ചെയ്യാൻ പറ്റും, ദൂരത്തുനിന്ന് കേൾക്കുന്നതായിരിക്കും. അപ്പ് ഫ്രണ്ടായിട്ട് കേൾക്കേണ്ട, ദൂരത്തായിട്ട് കേട്ടാൽ മതി. അപ്പോൾ ദൂരത്തായിട്ട് കേൾക്കുന്ന ആ എലമെൻറ്റ് എന്ത് പ്ലേ ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്.
ചുമ്മാ ഈ വോക്കൽ മെലഡീനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ബാക്കിൽ പ്ലേ ചെയ്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് അതിനുകൊണ്ട് വലിയ പർപ്പസ് ഇല്ല. അപ്പോൾ ദൂരത്ത് പ്ലേ ചെയ്യണ ആ സാധനം ഈ പ്ലേ ചെയ്യുന്ന മെലഡിക്കൊരു കൗണ്ടർ മെലഡിയാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റിംഗ് ആകും. അപ്പോഴൊക്കെയാണ് കേൾക്കുന്ന ആൾക്കാർ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാർക്ക് പൊളിയാണല്ലോ, ആ ഒരു ഇമോഷൻസ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് ഫ്രണ്ടിൽ നിങ്ങളിപ്പോൾ മോണോയിൽ മിക്സ് കേൾക്കണ സമയത്തൊക്കെ അതായിരിക്കും ഡെലിവർ ആവുക. ഈ പറയണ ബാക്കിലൂടെ പോണ ചെറിയ ഡീറ്റെയിൽസ് ഒന്നും കേട്ടെന്ന് വരില്ല. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഡീറ്റെയിലിങ്ങുകളും, ദൂരത്ത് കൂടെ പോകുന്ന സൗണ്ട്, പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സൗണ്ട്, സൈഡിലുള്ള സൗണ്ട്, ചെറിയ ചെറിയ ഇതേപോലത്തെ ഡീറ്റെയിലിങ്സൊക്കെ നല്ല പ്രൊഡക്ഷനെ പ്രൊഡക്ഷൻ ആക്കുന്നതിൽ വലിയൊരു റോളുള്ളതാണ്. സെയിം വെച്ചിട്ടൊരു കോഡ്സ് എലമെൻറ്റുകളാണ് നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു പിയാനോ അല്ലെങ്കിൽ ഒരു ഗിറ്റാറോ അങ്ങനെ എന്തെങ്കിലും ഒരു മെലോഡിക് എലമെൻറ്റുകൾ നിങ്ങൾക്ക് കോഡ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെയിൻ കോഡ്സ്. അപ്പോൾ നിങ്ങൾ ബാക്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ലീഡ് വോക്കൽ ഒരു നോട്ട് ഇങ്ങനെ ഒരു മെലഡി ലൈൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് നിങ്ങൾക്ക് ബാക്കിലൊരു കോറസ് വേണമെന്നുണ്ടെങ്കിൽ അത് ബോത്ത് ഡെപ്തിലും നിങ്ങൾക്ക് കൊടുക്കാം, മ്യൂസിക്കലി അതിനകത്ത് കോൺട്രാസ്റ്റ് കൊടുക്കാനും. ആ പാടുന്ന കോറസ് ചുമ്മാ എന്താ പറയുക, ഈ പാടുന്ന മെലഡീനെ കുറേ എടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ നിങ്ങൾ പാടുന്ന ഈ ആ ഒരു കോഡ് സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ വെസ്റ്റേൺ ലെവലിൽ ആലോചിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാടുന്ന ആ കോഡിന് ആഡഡ് നോട്ടുകളായിട്ട് നിങ്ങൾക്ക് കോറസ് പാടിക്കഴിഞ്ഞാൽ ആ കോഡിന് അങ്ങനെയും കൂടി ഒരു പർപ്പസ് വരും. അത് ആ ഒരു എക്സ്ട്രാ ആഡഡ് നോട്ടുകളും കൂടി പാടുന്നു, അതേപോലെ തന്നെ ഒരു ടെക്സ്ചർ, ബാക്കിൽ നിന്നൊരു ടെക്സ്ചർ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ എലമെൻറ്റിന് ഇതേപോലെ ടൈമിൽ, ഫ്രീക്വൻസി പറയുമ്പോൾ ഈ നോട്ടിൻ്റെ എക്സാമ്പിളിലും വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ കോൺട്രാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്രയും ബെറ്ററാവും. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. എല്ലാത്തിനും ഒരു പർപ്പസ് വേണം, ഒരു കോൺട്രാസ്റ്റ് വേണം, ഒരു റോള് വേണം. അതൊക്കെയാണ് നല്ല പ്രൊഡക്ഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാനീ പറഞ്ഞ എല്ലാ പോയിൻറ്റുകളും ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണ സമയത്തൊക്കെ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ ഈ സാധനം ബാക്കിൽ വരണം, അതിൻ്റെ കൂടെ അതിന് ഇത്ര വേണം, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല നമ്മൾ ചെയ്യുക. അതൊക്കെ നമ്മൾ നല്ല നല്ല സോങ്ങുകൾ കേട്ട്, നല്ല പ്രൊഡക്ഷനൊക്കെ കേട്ട് ആ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സബ് കോൺഷ്യസ്ലി അതിങ്ങനെ വരും, നമുക്ക് ഓരോ ഐഡിയാസ്. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ ലിസ്റ്റായിട്ട് എഴുതി ഓക്കെ നല്ല പ്രൊഡക്ഷൻ, ആദ്യം കോൺട്രാസ്റ്റ് വേണം, ആദ്യം സൗണ്ടുകൾ സെലക്ട് ചെയ്യണം, അങ്ങനെ നോക്കണമല്ലേ. നമുക്കത് ജസ്റ്റ് ഫ്ലോ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയിൻ്റുകളാക്കിയിട്ട് പറഞ്ഞത്. എന്തൊക്കെയാണെന്നുള്ളത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. സോ അത്രയൊക്കെ ഉള്ളൂ. നല്ല പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്ന ചില പോയിൻറ്റുകൾ ഞാൻ പറഞ്ഞു. സോ ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല സോങ്ങുകൾ കേൾക്കുക, നല്ല സോങ് കേട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാതെ തലയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരും. സോ താങ്ക്സ്.